അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുട്ടുവിറപ്പിക്കുന്ന പുതിയ നീക്കവുമായി ഇപ്പോൾ ഇറാൻ വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് മിസൈലാണ് GBU-57 എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ മിസൈൽ. ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർക്കാൻ വേണ്ടി B2 സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ബോംബറിൽ നിന്നും ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഭൂമിയുടെ അന്തർഭാഗം തകർക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ചത്. ഇന്ന് ലോകത്ത് ഇത്രയും ശക്തമായ ഒരു മിസൈൽ ഉപയോഗിക്കുന്നത് അമേരിക്ക മാത്രമാണ്. എന്നാൽ ഇസ്രയേലിനെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ പുതിയ നീക്കമാണ്. ഇറാൻ ഈസ് നൗ ഫിറ്റിംഗ് ഇറ്റ്സ് ബാലിസ്റ്റിക് മിസൈൽസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ബങ്കർ പെനിട്രേറ്റിംഗ് വാർഹെഡ്. അതായത് തുളച്ചു കയറാൻ, ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളിൽ അത്തരത്തിലുള്ള വാർഹെഡുകൾ സ്ഥാപിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് 60 മീറ്റർ അടിയിലേക്കെല്ലാം പാറയും കോൺക്രീറ്റും ഒക്കെ തുളച്ചു പോകാൻ GBU-57 എന്നറിയപ്പെടുന്ന മിസൈലിന് സാധിക്കുന്നത്? ഒരു മിസൈലിൽ 4 ഘടകങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ബങ്കർ ബസ്റ്റർ മിസൈലായി അത് മാറുന്നത്. ഒന്നാമത്തേത് ഹൈ സ്പീഡ്, ഒരു മിസൈൽ ഉണ്ടാകുന്ന സ്പീഡ് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തേത് അതിന്റെ മാസ്. മൂന്നാമത്തെ കാര്യം നല്ല കഠിനമായ ഒരു കേസ്, ഭൂമിയിലേക്ക് പതിക്കുന്ന ഘട്ടത്തിൽ തന്നെ പൊട്ടിപ്പൊളിയാത്ത നല്ല ഹാർഡായിട്ടുള്ള ഒരു കേസ് അതിനുണ്ടായിരിക്കണം. മാത്രമല്ല നാലാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു സ്മാർട്ട് ഫ്യൂസ് അതിനുണ്ടായിരിക്കണം. പെട്ടെന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്ഫോടനം ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ഡിലേ ആയി താമസിച്ച് അത് ഭൂമിക്കടിയിലേക്ക് മിസൈൽ തുളച്ച് കയറിയതിന് ശേഷമായിരിക്കണം സ്ഫോടനം ഉണ്ടാകേണ്ടത്. അതിന് തന്നെ സ്മാർട്ട് ഫ്യൂസുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്ര ദൂരം അത് തുളച്ച് കയറി എന്ന് അറിയുമ്പോൾ അത് ഉടനെ സ്ഫോടനം ഉണ്ടാക്കുന്നു. ഈ ഫ്യൂസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. യഥാർത്ഥത്തിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് എത്രയും തുളച്ചു കയറാൻ കഴിയും. അമേരിക്കയുടെ GBU-57 കൂടുതൽ പ്രഹരം ശക്തിയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഭൂമിയിലേക്ക് പതിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അതിന് ബങ്കർ ബസ്റ്ററിന്റെ സ്വഭാവം ലഭിക്കുന്നില്ല എന്നിടത്ത് പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദാഹരണത്തിന് നമ്മൾ ഈ മിസൈൽ എടുക്കാം. ഈ മിസൈലിന്റെ കേസ് അത്ര ശക്തമല്ല. അതുകൊണ്ട് തന്നെ ഹാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ കേസ് ആയിരിക്കും ഇതിന് നിർമ്മിക്കുക. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലേക്ക് തുളച്ചു കയറുമ്പോൾ ഈ മിസൈൽ തകർന്നു പോവുകയില്ല. രണ്ടാമത്തെ കാര്യം, ഭൂമിയിലേക്ക് ഇടിക്കുമ്പോൾ അതിന് സ്ഫോടനം ഉണ്ടാവുകയില്ല, അല്പം താമസിക്കും. എന്നാലും എങ്ങനെയാണ് 60 മീറ്റർ ആഴങ്ങളിലേക്ക് പാറ തുളച്ചു കയറാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുന്നത് എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്നറിയപ്പെടുന്ന ഈ ഒരു എനർജിയാണ് ഇതിന്റെ കാരണം. ഇത് എല്ലാ വസ്തുക്കളിലുമുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന കാറുകൾക്കും ബസ്സുകൾക്കും വാഹനങ്ങൾക്കും, അതായത് ചലിക്കുന്ന ഏതൊരു വസ്തുവിനും കൈനറ്റിക് എനർജി ഉണ്ടാകും. ഈ ഗതികോർജം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാകും. ഈ ഗതികോർജം കണക്കാക്കുന്നത് അതിന്റെ മാസ് അതുപോലെ തന്നെ വെലോസിറ്റി, ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അത് ഈ എനർജിയെ ജൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണക്കാക്കുന്നത് ഈ KE = 1/2 mv² എന്നാണ്. എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാറിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. ഈ കാറിന് 120 സ്പീഡിൽ പോകുമ്പോൾ അതിന് 2 മീറ്റർ സ്പീഡായിരിക്കും സെക്കൻഡിൽ ഉണ്ടാകുക. ആ 2 മീറ്റർ നമ്മൾ v² എന്ന് പറയുമ്പോൾ ഏകദേശം 4 ആയി മാറി. ഈ 4ന് നാം 1000 മാസാണ് കാറിനുള്ളത്. അതിന്റെ പകുതി 500 എടുത്ത് നമ്മൾ അതിനെ ഗുണിക്കുന്ന സമയത്ത്, എന്നാൽ ഇങ്ങനെയുള്ള ഒരു മിസൈലിൽ എത്രയായിരിക്കും അതിന്റെ എനർജി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 10,000 കിലോഗ്രാം ഭാരമുണ്ട്. ഈ മിസൈൽ മുകളിൽ നിന്നും അതിശക്തമായ ഏകദേശം 30,000 അടി മുകളിൽ നിന്നാണ് ഒരു GBU-57 അമേരിക്കയുടെ B2 സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ബോംബർ വർഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ താഴെ എത്തുന്ന സന്ദർഭത്തിൽ അതിന് ഏകദേശം 3 മാക്ക് സ്പീഡ് ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുക. അങ്ങനെ വരുമ്പോൾ 1000 മീറ്റർ ആണ് അതിനൊരു സെക്കൻഡിൽ അതിന്റെ സ്പീഡ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഈ വെലോസിറ്റി അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ V2 എന്നാണല്ലോ പറയുന്നത്. അതിന്റെ v² എന്ന് പറയുന്നത് 10 ലക്ഷം ആയിരിക്കും. ഈ 10 ലക്ഷത്തിനെ 10,000ന്റെ പകുതി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ലഭിക്കുക? ഏകദേശം 500 കോടി ആയിരിക്കും ഇതിന്റെ ജൂൾ എന്ന് പറയുന്നത്. അത്രയും കഠിനമായ എനർജി ആയിരിക്കും ഈ മിസൈലുകൾ പതിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാവുക. അതിശക്തമായ വേഗതയിൽ ഏകദേശം നമ്മൾ പറഞ്ഞ 500 കോടി കൈനറ്റിക് എനർജി, അതായത് ഗതികോർജമുള്ള ഒരു മിസൈൽ വന്ന് ഗ്രൗണ്ടിൽ ഇടിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് എത്രയും തുളച്ചു കയറാനുള്ള ശക്തി ഉണ്ടാകും. എന്നാൽ ഇത്രയും ശക്തമായി വരുന്ന ഒരു മിസൈലിന് അതിശക്തമായ കഠിനമായ ഒരു കേസ് ഇല്ല എങ്കിൽ, ഒരു കവചം അതിന് ഇല്ല എങ്കിൽ
സ്വാഭാവികമായും അത് പൊട്ടി തകർന്നു പോകും. അങ്ങനെ തകരാത്ത കേസ് കൂടെ ഇതിന് ഉണ്ടായിരിക്കും. മാത്രമല്ല അതുപോലെ സ്മാർട്ട് ഫ്യൂസ് അതിന് താഴെ ചെന്നതിന് ശേഷമായിരിക്കും അതിന് സ്ഫോടനം ഉണ്ടാക്കുക. അതിന് സ്മാർട്ട് ഫ്യൂസും കൂടെ ഏർപ്പെടുത്തിയാൽ വളരെ കൂടുതൽ ആഴത്തിൽ ചെന്ന് അതിന് സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയും. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് ഇറാന്റെ ഈ മിസൈലുകൾക്ക് ഹാർഡായിട്ടുള്ള കേസ് ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും ഇത് തുളച്ചു കയറാൻ ഒരു പരിധിവരെ, വലിയ ആഴത്തിൽ തുളച്ചു കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ തുളച്ചു കയറിയതിന് ശേഷമാണ് അതിന്റെ വാർഹെഡുകൾ സ്ഫോടനം ഉണ്ടാക്കുന്നത് എങ്കിൽ നിലവിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം സാധാരണ ഒരു GBU മിസൈലിനേക്കാൾ കൈനറ്റിക് എനർജി ഈ വാർഹെഡുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വലിയ രൂപത്തിലുള്ള സ്ഫോടനം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇതിലൂടെയെല്ലാം ഇറാൻ സൂചന നൽകുന്നത് ഇസ്രയേലിന്റെ ദൈനമയിലേക്കാണ്. ദൈനമയിലുള്ള ആണവ റിയാക്ടർ, ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ റിയാക്ടറുകൾ തച്ചുടക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ സൂചന നൽകുന്നത്. എന്തായിരുന്നാലും ഇതൊരു പുതിയ നീക്കമാണ്. ഇറാന്റെ ഈ സൈനിക രംഗത്തുള്ള വലിയൊരു, അവർക്കൊരു ഉത്തേജനം നൽകുന്ന വലിയൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.